അതെ ശകുന്തള. എന്താ? ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇതിലെന്തോ അർത്ഥമുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ എന്തോ ഒരു സംഗതി ഉണ്ടെന്നർത്ഥം. എന്തായിരിക്കും അത്? എനിക്ക് അതിഭയങ്കരമായ സന്ദേഹങ്ങൾ വരുന്ന അമ്മാവ. മൊത്തം സന്ദേഹം. എവിടെ ആ കാർഡ് എവിടെ? അതങ്ങ് മേശക്കടിയിൽ വെച്ച്. ഓ, തുണിയെല്ലാം മുഷിഞ്ഞു. ഇതും കൂടി അങ്ങ് നനച്ചേക്കാം. അത് ശരി. അപ്പോ കാർഡ് കിട്ടിയിട്ടുള്ള കളിയായിരുന്നു അല്ലേ എന്നെ പറ്റിക്കാൻ? അമ്പടാ. ഞാൻ കണ്ടുപിടിച്ച്. എന്തോന്ന്? എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? കള്ളം എന്നെ മറയ്ക്കാന്ന് കരുതിയില്ലേ? സ്നേഹം എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും കണ്ടുപിടിക്കും. സത്യം ശാരദ, നിന്നാണ് കണ്ണു ദൃഷ്ടിയാണ് സത്യം. ഞാൻ ഒന്നും ഒളിച്ചിട്ടില്ല. സുഗുണ മണ്ടനായിരിക്കും, ജോലിയില്ലാത്തവനായിരിക്കും, സുഖിമാനായിരിക്കും, ഉഴപ്പനായിരിക്കും. പക്ഷേ ആവാസനല്ല. നോക്ക്, നീ അല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു രൂപമല്ല ശാരദ. അതാ ഞാനും പറഞ്ഞത്. എന്നിട്ട് ഇതെന്തിനാ ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ചത്? ഒറ്റയ്ക്കിരുന്ന് വായിച്ച് സന്തോഷിക്കാനായിരിക്കും അല്ലേ? ശാരദ, ഞാൻ പറഞ്ഞില്ല ശാരദ, സുഗുണ അത്രയ്ക്ക് വൃത്തികെട്ടവനല്ല. ഈശ്വര, എല്ലാ ശുദ്ധ ഹൃദയന്മാർക്കും സംഭവിക്കുന്നത് തന്നെ എനിക്കും സംഭവിച്ചല്ലോ. ചെയ്യാത്ത തെറ്റിന് തെറ്റിദ്ധരിക്കുന്നു. ഈ ലോകം ആവാസന്മാർക്കും അഴിഞ്ഞാട്ടക്കാർക്കും ഉള്ളതാ. അവര് യോഗ്യന്മാർ, അവർക്ക് യാതൊരു കുഴപ്പവും വരത്തില്ല. ഞാൻ പറയട്ടെ, 1ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു അശ്വതി ഉണ്ടായിരുന്നു. ആ സ്ത്രീ എന്ന് ഒരുപാട് സംസാരിക്കുമായിരുന്നു. സ്ലേറ്റ് പെൻസിലൊക്കെ കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നില് ഞാൻ തോറ്റ്, ആ സ്ത്രീ ജയിച്ചു പോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആ സ്ത്രീയാണെന്ന് ആദ്യം ഞാൻ വിചാരിച്ച, പിന്നെ മനസ്സിലായി അതവരാന്ന്. ഓടിക്കര ഭാര്യ. ആ സ്ത്രീയോടുള്ള സർവ്വ ബഹുമാനം പോയ എനിക്ക്. സുഗുണേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സുഗുണനെ ആർക്കും മനസ്സിലാവൂല, ആർക്കും. ഈശ്വര, ഞാൻ എന്റെ മനസ്സ് എങ്ങനെ എന്റെ ഭാര്യ അറിയിക്കും? ഇതുപോലൊരു കാർഡ് വാങ്ങി ഇതുപോലുള്ള വാചകങ്ങൾ എനിക്ക് എഴുതി അയച്ചാ മതി. ഒരു വൃത്തികെട്ട സ്ത്രീ എഴുതി അയച്ച വാചകങ്ങള് തുളസിപ്പൂ പോലെ പരിശുദ്ധമായ എന്റെ ഭാര്യയ്ക്ക് ഞാൻ എഴുതാനാ? എന്താ 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 സുഗുണേട്ടൻ ഒന്നുകൂടെ പറഞ്ഞേ, ആരെഴുതിയ വാചകങ്ങള്? ഞാൻ പറഞ്ഞില്ലേ, ഒരു വൃത്തികെട്ട സ്ത്രീ എഴുതി അയച്ച ഈ വാചകങ്ങള്. അപ്പോ ഞാൻ വൃത്തികെട്ട സ്ത്രീ ആയല്ലേ? നീ എങ്ങനെ വൃത്തികെട്ട സ്ത്രീയാവും? ഞാൻ പറഞ്ഞില്ലേ, നീ പരിശുദ്ധ, തുളസിപ്പൂ പോലെ നൈർമല്യമുള്ളവൾ. ഞാൻ പറഞ്ഞ വൃത്തികെട്ട സ്ത്രീ ഈ കാർഡ് അയച്ച സ്ത്രീ. കാർഡ് അയച്ചതാ? ആരാ? ഒന്നീ പഠിച്ചിരുന്ന സ്ത്രീയാണെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. ഇത് 1ലും 2ലും പഠിച്ച സ്ത്രീയൊന്നും അല്ല. ഈ കാർഡ് ഞാൻ അയച്ചതാ. എങ്ങനെ? ഈ ന്യൂ ഇയർ കാർഡേ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം കൂട്ടുന്നതിന് വേണ്ടിയേ ഞാൻ അയച്ചതാണെന്ന്. പേര് വെച്ചില്ല, അതും സ്നേഹം കൂടുതലുണ്ടാ. സത്യമാണോ ശാരദ? പിന്നല്ലാതെ. ഇവിടെ ഇരുന്നാ ഞാൻ ഈ വാചകങ്ങളൊക്കെ എഴുതിയത്. ഈശ്വര, സുഗുണേട്ടാ, കറിയല്ലേ? ഇത് ഒരേ സമയം സന്തോഷക്കരച്ചിലും ആശ്വാസക്കരച്ചിലും സങ്കടക്കരച്ചിലും ഒക്കെയാ. എന്റെ ഭാര്യ എന്നെ ഇത്രയും സ്നേഹിക്കുന്നല്ലോ എന്നുള്ള സന്തോഷം. ഭാര്യയ്ക്ക്
തെറ്റിദ്ധാരണ ഉണ്ടാവാത്ത എന്റെ ആശ്വാസം എന്റെ ഭാര്യ കാണിച്ച ആ സ്നേഹം ഒരു കാർഡ് കൂടെ തിരിച്ചു കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം. ആ 3 കരച്ചിലും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള കരച്ചിലായിരുന്നു. ദേ, മനസ്സ് കഴുകി ശുദ്ധമാക്കാൻ വേണ്ടിയേ ദൈവം തന്നിട്ടുള്ള തീർത്ഥവാ കണ്ണീര്. അങ്ങനെയാ കണ്ണീരിനെ കുറിച്ച് പറയുന്നത്. ഭർത്താവെന്ന നിലയിൽ സുഗുണേട്ടന്റെ മനസ്സേ 100% ശുദ്ധിയുള്ളതാ. അതുകൊണ്ടേ ഈ കണ്ണീരൊന്നും വേണ്ട. ഭാര്യമാരെ സ്നേഹിക്കാത്തവരും ഭാര്യമാരെ വഞ്ചിക്കുന്നവരുമായ ഭർത്താക്കന്മാരുണ്ട്. അവര് കള്ളക്കണ്ണീർ ഒഴുക്കി മനസ്സൊക്കെ കഴുകട്ടെ. ദേ, ഇത് പുതുവർഷമാ. 2007. 2007 ചിരിയാ നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ദേ, സുഗുണേട്ടനൊന്ന് ചിരിച്ചേ. ചിരിക്കും അങ്ങോട്ട്. പോകരുത്. അയ്യോ, ആ ചേട്ടാ, വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും, അങ്ങനെയാണോ ചേട്ടാ? ചിരിയുടെ സിനിമയിൽ അങ്ങനെയാണ്. തിലകസാറ് സ്വപ്നം കാണുന്നു വെളുപ്പം കാലത്ത് മോൻ SI ആയിരുന്നു. അന്ന് തിലകസാർ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം സത്യമാണോ എന്ന്. അതൊക്കെ പോട്ട്, നീ കാര്യം പറ, എന്ത് സ്വപ്ന കണ്ട? അതെ, ചേട്ടൻ പേടിക്കരുത്. പേടിയാ എനിക്കാ? നീ കാര്യം പറ ചൗന്തള. നമ്മളെ ഈ വീട്ടിൽ നിറക്കി വിടുന്നതായിട്ട്. അയ്യോ, ഈ ചേട്ടാ. വെള്ളം കുടിക്ക്. അയ്യോ അയ്യോ ചേട്ടാ, അതാ. നിക്ക്. അയ്യോ. ചേട്ടാ. അയ്യോ, എനിക്ക് വയ്യ. ചേട്ടാ. അതൊന്തോന്ന് കഥകളിയാ? കുടുങ്ങി, ശ്വാസം കുടുങ്ങി. അയ്യോ, അയ്യോ, അയ്യോ. ഇങ്ങോട്ട് മാറിയില്ലേ? എന്തിനാ ചേച്ചി ഉപദ്രവിക്കുന്നത്? അയ്യോ, ചേച്ചി. അയ്യോ, വേണ്ട. മതി മതി. ദോശ ഇറങ്ങി, പോയാ? പക്ഷെ കുടല് വെളി വന്നു. ഓക്കെ, ഞാൻ ജീവൻ പോയെന്നാണ് വിചാരിച്ചത്. അമ്മാ, ഇവക്ക് ഇനി ആരുണ്ടെന്നാണ് എന്റെ അന്തരംഗം മന്ത്രിച്ചത്. അയ്യോ, അങ്ങനെ പറയരുത് ചേട്ടാ. ഓടിക്കേ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ച അങ്ങോട്ട് എന്ത് വെട്ടി വിഴുങ്ങരുത് കേട്ടോ. നിങ്ങള് പോയത് കളഞ്ഞു വിടുന്നു. ഇതാണ് എനിക്ക് ഒരുമാതിരി അവഹേളന വർത്താനം പറയരുത് കേട്ടാ. എടി, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചീത്തപ്പേര് കേൾപ്പിക്കുന്നീ. ഒരു കാര്യം ചെയ്, ഇറങ്ങ്. ഈ നിമിഷം ഇവിടെ ഇറങ്ങ്. നമ്മള് പോയ സതിച്ചാച്ചിക്കാരുണ്ട്, അതായിരുന്നല്ലോ നിന്റെ വിഷമം. മതി, വിഷമിച്ചെടുത്തോളം മതി. ഇറങ്ങ്, ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. എടി, ബാഗ് ഇട്. അയ്യോ, ബാഗ് അലമാരയില്ല. എന്നാ പിന്നെ അൽമാരിയുടെ താക്കോലിട്. അല്ല, താക്കോല് സതിച്ചേച്ചിയുടെ കയ്യിലല്ലേ? അയ്യോ, താക്കോല് വെച്ചിരുന്നാലേ നമ്മള് ബാഗ് കൊടുത്ത് പോയിക്കളയെന്നും പറഞ്ഞേ. അപ്പൊ നമുക്ക് ഈ ഇടയൊന്നും ഇവിടുന്ന് പോവാൻ പറ്റത്തില്ല. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണിത്. ബാഗ് കിട്ടാത്തോണ്ടല്ലോ പോവാത്തത്. അയ്യോ, എന്നോടൊരു വാക്ക് പറയായിരുന്നല്ലോ. ബാഗ് ഞാൻ സംഘടിപ്പിച്ചു തരുമായിരുന്നല്ലോ. അയ്യോ, ഇപ്പൊ സംഘടിപ്പിച്ചു തരാമേ. അലമാരിയുടെ താക്കോല് വേണം, അത്രയല്ലേ ഉള്ളൂ. വേണ്ട. ഇപ്പൊ തരാം. വേണ്ട, ഞങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അല്ല ഓടിക്കേ, ഞാൻ താക്കോൽ ഇപ്പൊ സംഘടിപ്പിച്ചു തരാം. ഇപ്പൊ അല്ല, അതിന്റെ ആവശ്യമില്ല. അല്ല, അങ്ങനെ ഒരു ബാഗ് അലമാരിയിലുണ്ടോന്ന് എനിക്ക് അറിയണമല്ലോ. ഞാൻ പറയുന്നത് കേൾക്ക്. ശരിയാവില്ല അതെ, ചേച്ചി. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, നിങ്ങളെ വഴിയാധാരമാക്കരുത്. Please. അങ്ങനെ വഴിക്കുവാ. ചേച്ചിയുടെ അടുത്താ നിന്റെ നമ്പർ ഇറക്കണത്. അതിന്റെ ഡബിൾ നമ്പർ ഞാൻ ഇറക്കും. അറിയാം. അയ്യടാ, ചേച്ചി അറിയാം, അതുകൊണ്ടാ. എന്തെടുത്താ നിന്റെ വേല? പഠിച്ച് കീറും കളവി ഞാൻ. എന്തടി, നമ്മൾ ഇനി ഓവർ നാടകം കാണിക്കണ്ടല്ലേ ചേട്ടാ? അതൊന്നും വേണ്ട. എടി, അതൊന്നും കുറയ്ക്കണ്ട. നമ്മുടെ ഈ അഭിനയമാണ് നമ്മളെ ഇവിടെ തളച്ചിടുന്നത്. മനസ്സിലായോ? എന്താ ഡേയ്, നിന്റെ തുമ്പലെ അവസാനിപ്പിക്കും, നിന്റെ മൂക്കേ ചെത്തിടും കേട്ടാ. മുറിച്ചോ? അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ മൂക്ക് ഉപേക്ഷിക്കാം. ഈശ്വരാ, ഒരു മകന്റെ മുമ്പിൽ പോലും ഒരു അച്ഛന് ജയിക്കാൻ പറ്റത്തില്ലേ? ഞാൻ എന്ത് പോട്ട് ചേട്ടാ, പോട്ട്. ബാക്കി ദോശ ഒന്ന് ദോശ തിന്നില്ലല്ലേ? കഴിക്കാം. വാ, നിന്നെ എടുത്തോളാം കേട്ടാ. കഷ്ടം. സത്യം പറഞ്ഞ വലിയ മനസ്സിൽ ആ ഒരു സങ്കല്പത്തിന്റെ സൗന്ദര്യം, ഭാര്യ, മക്കൾ, സുരക്ഷിതത്വം, ഉത്തരവാദിത്വം, ചിരി, ഒരല്പം കണ്ണീര്, പ്രതീക്ഷ, ഒരല്പം ക്ഷീണം, തളരുമ്പോൾ ഒരു ആശ്വസിപ്പിക്കൽ, അതൊക്കെ ഒരു മേൽക്കൂരിക്കുള്ളിൽ. ഒരു പ്രയാസം വരുമ്പോൾ, ഒരു തളർച്ച വരുമ്പോൾ തണലായിട്ടൊരു മരം, അതാ വീട്. ഞായറാഴ്ചയായിട്ട് എന്ത് പറ്റി? എനിക്കും മോൾക്കൊക്കെ വേണ്ടി
നീ ഈ അടുക്കളയിൽ നിന്ന് വീർപ്പും പൊടിയൊക്കെ കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഈ സുന്ദരമായ വീടിനെ കുറിച്ചല്ലാതെ മറ്റെന്തിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുക. താജ്മഹലിനേക്കാളും ഈഫൽ ടവറിനേക്കാളും ഒക്കെ എത്രയോ അധികം ഭംഗിയും വലിപ്പമൊക്കെയാ നമ്മുടെ ഈ കൊച്ചു വീടിന്, അല്ലേ? അയ്യോ അതാ ആളെയും ചേട്ടത്തെ തല്ലി കൊല്ലുന്നു. ചേട്ടത്തെ കൊല്ലുന്നു. ഞാൻ കണ്ടല്ലേ. നാത്തൂനെ ഞങ്ങളെ ഷൂട്ടിംഗ് കണ്ടോണ്ട് നിൽക്കായിരുന്നു. ഷൂട്ടിംഗ്, സീരിയലിന്റെ ഷൂട്ടിംഗ്. അയ്യോ എവിടെ? നമ്മളെ സുധർമണി ചേച്ചിയുടെ വീട്ടില് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നെടുമുടി വേണു, രാജൻ ബി ദേവ്, ദേവൻ, രായൻ, മധു, പൂർണിമ മോഹൻ, ബിന്ദു പണിക്കർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അയ്യോ സത്യമാണോടാ? അയ്യോ സത്യമാണോ? സുധർമ്മ ചേച്ചിയുടെ വീട് ഇപ്പോഴേ ജനസമുദ്രം. ഹോ, ചേച്ചിയുടെ ഒരു ഭാഗ്യം. എല്ലാ താരങ്ങളെയും കാണാം. താരങ്ങളെയും കാണാം, കാശും കിട്ടും. അംഗവും കാണാം, താളിയും ഓടിക്കാം, നെയ്യപ്പം കഴിക്കുകയും ചെയ്യാം, എണ്ണ തലയിൽ തേക്കുകയും ചെയ്യാം. അങ്ങനെ ഡബിൾ എഫക്റ്റ് ആണ്. കാശ് കിട്ടോ? അയ്യോ കാശ് കിട്ടുവന്നോ? ഒരു ദിവസത്തേക്ക് രൂപ 3000. എത്ര? 3000. ചുമ്മാ ഇരി. അല്ലേ ഇങ്ങോട്ട് മാറി, ഞാൻ പറഞ്ഞു വേണ്ട. സീരിയലിന് അങ്ങനെ കടം പറച്ചിലൊന്നുമില്ല. ഷൂട്ടിംഗ് തീരുമ്പോ കവറിനകത്തിട്ട് കാശ് കയ്യില്. അവിടെ വരെ നിന്നിട്ടേ ഇതൊക്കെ ഞാൻ നൈസായിട്ട് അറിഞ്ഞതാ. ഈശ്വര, താരങ്ങളെ കാണുകയും ചെയ്യാം, 3000 രൂപയും. ഓ, സുധർമ്മ ചേച്ചിയുടെ ഒരു സമയം. ലീലാവതി, ചായ എടുക്ക്. എന്നിട്ട് ദേ നരേട്ടന് നമ്മൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്തു ഭാഗ്യമായിരുന്നു. ഷൂട്ടിങ് കാണാം, പൈസയും കിട്ടും. നരേട്ടാ, നരേട്ടാ, ആ. എന്താ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നരേട്ടന് ആരെങ്കിലും പരിചയമുണ്ടോ? എന്താ സംവിധായകന്മാരെ അല്ലെങ്കിൽ നിർമ്മാതാക്കളെ? മനസ്സിലായില്ല. ഒരു സീരിയൽ ഒരു വീട്ടില് എത്ര ദിവസം കാണും നരേട്ടാ ഷൂട്ടിങ്? നിനക്ക് എന്ത് പറ്റി ലീലാവതി? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നരേട്ട. കണ്ണടച്ച സുധർമ്മണി ചേച്ചിയുടെ വീട്ടിലെ ഷൂട്ടിങ്, നിറച്ച താരങ്ങൾ, ദിവസം 3000 രൂപ. ഹോ, എങ്ങനെ കണ്ണടയ്ക്കും? ഈശ്വര, എന്നെ എന്തിനാ എങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്? ഇതൊരു വലിയ വീടായിരുന്നെങ്കിൽ ഇവിടെയും ഷൂട്ടിങ്ങിന് കൊടുക്കായിരുന്നു അല്ലേ നരേട്ടാ? ദിവസം 3000 രൂപ, വീട് നിറയെ താരങ്ങൾ. നരേട്ടാ, ലീലാവതി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ദിനചര്യയിൽ കൃത്യമായിട്ട് നടക്കണം. ഉറങ്ങേണ്ട സമയത്ത് ഉറക്കം, ഉണ്ണേണ്ട സമയത്ത് ഊണ്. ഈശ്വര, കണ്ണടച്ച സുധർമ്മണി ചേച്ചിയുടെ വീടാണല്ലോ. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല. കണ്ടുപോയോ? ഹോ, ഞാൻ ഇന്നലെ ഒരു പൊടി പോലും ഉറങ്ങിയിട്ടില്ല നരേട്ടാ. നീ മാത്രമല്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. നരേട്ട ഉറങ്ങിയില്ലെന്നോ? എന്നോടാണോ പറയുന്നേ? കാത് തുളച്ച് കിടന്ന് കൂർക്കമല്ലി ആയിരുന്നില്ലേ? അതെന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയായിരുന്നു. എന്റെ ലീലാവതി, സീരിയലിന്റെ പേരിൽ സ്ത്രീകൾ ഉറങ്ങാറില്ല തമാശ പോലെ പറയാറുണ്ട്. ഇതിപ്പോ ഷൂട്ടിങ്ങിന് വേണ്ടി ഉറങ്ങാതിരിക്കുക കഷ്ടമുണ്ടേ. പോട്ടെ. പാവം നാത്തൂൻ ഇന്നലെ ഒരു പൊടി പോലും ഉറങ്ങിയിട്ടില്ല. കഷ്ടം. അത് തന്നെ, നമ്മുടെ അറിവിലും പരിചയത്തിലുള്ള ആൾക്കാർക്ക് ദിവസം 10,000 രൂപ കിട്ടുമെന്ന് വെച്ചാ ഉറക്കം വരുമോ? ഞാനായിരുന്നെങ്കിൽ ആദ്യം പിടിച്ച് ചത്തേനെ. ദൈവം നടത്തുന്ന ഓരോ പരീക്ഷണങ്ങളെ. അത് തന്നെ, ലോകത്ത് നമ്മൾ മാത്രമേ നന്നാവൂ, ബാക്കിയുള്ളവർ അത് ഓതി പിടിച്ച് കിടക്കണം. അതാണ് അതിന്റെ രീതി. ഷൂട്ടിങ്ങിന് കൊടുത്ത് സതിച്ചേച്ചി അറിഞ്ഞു. ആഹാ. ഓ, ഇറങ്ങി വരണം സാറേ. സാർ ഇറങ്ങി വരണം. വാ, ഇറങ്ങി വാ. വാ, വാ, ഇങ്ങോട്ട് വാ. ബഹളം വെക്കല്ലേ. 2 വീട് അടുത്തടുത്തുണ്ടല്ലേ? അയ്യോ കൊള്ളാം. നമ്മുടെ സ്റ്റോറിക്ക് 2 വീട് വേണം. അല്ല, ഈ വീട് കൊള്ളത്തില്ല, അതിനകത്ത് സ്പേസ് ഇല്ല. ഭാഗ്യമില്ലാത്ത വീടാ, ലക്കില്ല. അവിടെ വെച്ച് സീരിയലെടുത്താ പൊട്ടും. കരുതാക്കെടുത്ത് വളയ്ക്കാണോ? വാ ഇങ്ങോട്ട്, നമുക്ക് അകത്ത് പോയി വിശാലമായിട്ട് സംസാരിക്കാം. വാന്ന് ചേച്ചി, ആളിനെ കിട്ടി കേട്ടാ. വാ
ചേച്ചിയെ ആ മനസ്സിലാ ഇതാരെന്ന് മനസ്സിലായി? നമസ്കാരം. എന്റെ പേര് ഞാൻ പറയാം. ഇതാണ് മഴക്കാട് സീരിയലിന്റെ പ്രൊഡക്ഷൻ മാനേജർ സുധി. ഞാൻ വന്നത് ഞാൻ പറയാം കേട്ടോ ചേച്ചി. ഞാൻ നമ്മുടെ അവിടെ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ സത്യേട്ട ഇല്ലേ, സത്യേട്ട എന്റെ അടുത്ത് ചോദിച്ചു, ഡേ ഓടിക്കാൻ നിന്റെ കെയർ ഓഫ് വീടും എല്ലാം കിടപ്പുണ്ടോ? അപ്പൊ എന്ത് ചേട്ടാ കാര്യം ഒന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ കാര്യം പറയുന്നത്, ഈ മഴക്കാട് സീരിയലുകാർക്ക് ഒരു വീട് വേണോ, അവർക്ക് ഷൂട്ട് ചെയ്യാനാണ് അവർ അന്വേഷിച്ച് കിടക്കുകയാണ്. അതിന്റെ പ്രൊഡക്ഷൻ മാനേജർ അത് സാറാണ് അന്വേഷിച്ചിട്ട് പോയത്. അപ്പൊ ഞാൻ ചോദിച്ച ആളെവിടെയെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇതാ കാർ എടുത്ത് അങ്ങോട്ട് പോയതേ ഉള്ളെന്ന്. ഞാൻ വിടുന്ന മോനാണ്. എന്നിട്ട് ഞാനും ഒരു കാറ് വിളിച്ച്, എന്നിട്ട് അതിന്റെ പുറകിൽ വെച്ച് വിട്ടു ഒരു 100-150 കിലോമീറ്റർ സ്പീഡില്. അങ്ങനെ വഴിക്കിട്ട് പിടിച്ച് കയ്യോടെ പിടിച്ച് ഇതാ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സത്യാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിക്കല്ലേ ഇവിടെ ചേച്ചി, നമ്മുടെ വീട് ഷൂട്ടിങ്ങിന് എടുക്കാൻ പോണു. ഞാൻ ഫോൺ ചെയ്ത് എല്ലാരോടും പറയട്ടെ. ആദ്യം വീടൊക്കെ ഒന്ന് കണ്ടിട്ട് സ്പേസ് ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. അയ്യോ, സ്പേസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കത്തില്ലേ? എല്ലാം നിമിത്തങ്ങളാണെന്നാ തോന്നുന്നത്. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം നമുക്ക് വീടൊന്ന് കാണാം. കാണാനിയാ കാണാം. വന്നാട്ടെ. അല്ലേ?